ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശം ബീഫ് ബ്രൊഷേട്ട, അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങിയാ പറഞ്ഞു പേര് ബീഫ് ബ്രൊഷേട്ട ഏകദേശം റെഡിയായി. ഇറ്റലിയിലെ ഒരു ഐലൻഡ് ഉണ്ട്, ഇറ്റലിയുടെ ഒരു അണ്ടർലായിരുന്ന ഒരു ഐലൻഡാണ്. ഇറ്റലിയുടെ അണ്ടർലാണ് മാൾട്ട എന്ന് പറഞ്ഞ ഐലൻഡ്. അവിടെ നിന്നാണ് ഈ ഫുഡിന്റെ ഒറിജിൻ. ഓ അത് ശരി. ഓൾറെഡി ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ഒറിജിൻ ഓരോ രാഷ്ട്രത്തിലും ഓരോ ഒരു എന്താ പ്രത്യേക ഡിഷ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് സാധാരണ ലെവലിൽ പറഞ്ഞാല് പുലിക്ക് സർവത്ത് എന്ന് പറഞ്ഞാല് എറണാകുളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ സാധനമാണ്. പക്ഷെ അതിപ്പോ എല്ലാവർക്കും ഇറ്റലി തന്നെ കിട്ടും. പക്ഷെ കുലിക്കെന്ന് പറയുന്നത് മാത്രം. അപ്പൊ ഏകദേശം നമ്മുടെ ബീഫ് ബ്രൊഷേട്ട റെഡി ആവാൻ പോകുന്ന കുറച്ച് സമയം വൈകും. അപ്പൊ അതിനു വേണ്ടി ഒരു ചെറിയ ബ്രേക്ക്. ഓക്കെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജസ്റ്റിനെ നമ്മുടെ എന്താണ് ബീഫ് ബ്രൊഷേട്ട ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ള അല്ല, ഇനിയാണ് നമ്മൾക്കുള്ള ഇതിന്റെ സൈഡായിട്ട് 2 പീസ് ഓഫ് ബ്രെഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബേബിക്കിന് കഴിഞ്ഞു, ബേബിക്കിന് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇനി എന്താ ചെയ്യണ്ടത്? ബ്രെഡ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്യണം, ഗാർലിക്കും ബ്രെഡും ഒന്ന്. ഓ അത് ശരി, ബ്രെഡൊക്കെ ഉണ്ട്. ഞാൻ കരുതി കറി പോലെ തന്നെ ഈ ബ്രൊഷേട്ട എന്ന് പറയുന്നത് ഒരു എന്താണ് കറി പോലെ ഇരിക്കുമെന്നൊക്കെ. ഇതിനകത്ത് ബ്രെഡൊക്കെ ഉണ്ട് ഇതിനകത്തല്ലേ. അപ്പൊ അത് നോക്കി ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ വിചാരിച്ചപ്പോ ഞാൻ ചെറിയ ബ്രെഡ് ഇതല്ലേ ബ്രെഡ്. ആ നോക്കി എന്റെ അരിയിൽ തന്നെ ഭയങ്കര കട്ട് ചെയ്താക്കൾ തന്നെ ഭയങ്കര സ്റ്റൈലായിട്ടാണ്ടാ. നോക്കി ഇതെന്താ ചെയ്യണ്ടത്? അപ്പൊ ബിജേട്ടനപ്പം കുറച്ച് ഗാർലിക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അല്ല സോറി, ഗാർലിക് അല്ല, ബട്ടർ. ഓക്കെ. സംഭവങ്ങൾ ഇനിയും കിടക്കാനുണ്ടോ? ഞാൻ കരുതി 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ തീർന്നില്ല. അങ്ങനെയല്ല, ബട്ടറൊക്കെ തേച്ച് അല്ല അതിൻ്റെ ഫുഡ് നമുക്ക് റെഡി ചെയ്യാം. പിന്നെ അതിന് പ്രസന്റേഷൻ. ഓക്കെ. ഇതിനകത്ത് തേക്കണം. കുറച്ച് മതിയല്ലേ? ഏതൊരു ഫുഡ് നമ്മൾ ഫസ്റ്റ് അപ്പിയറൻസ് ആണ്. ഓക്കെ. കണ്ണുകൾ കൊണ്ട് നമ്മൾ ആദ്യം ഭക്ഷിക്കും. അതെ അതെ അതെ. നമുക്ക് കണ്ട് മനസ്സിന് തൃപ്തി വരണം അല്ലേ? അത് ശരി. ഓക്കെ, കറക്റ്റ് കാര്യം. നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് വേണോ എന്ന് ഒരു മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണത്തിനോട് ഒരു പ്രിയം ഉണ്ടാവില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു കുളിർമ വരും മനസ്സിന്. ഓക്കെ. അപ്പൊ ഇത് ഒട്ടിക്കണ്ട, വേണ്ട. ബിജേട്ടനപ്പ കുറച്ച് ഗാർലിക്കിന്റെ മുകളിലൊന്ന് ഗാർലിക് നടത്തിയിരിക്കും. ഇത് കൈ കൊണ്ടെടുത്താൽ മതി. കൈ കൊണ്ടെടുത്ത് കുഴപ്പമില്ല. 2 ഇടണോ? 2 ഇടണം. അത് പണിയുണ്ടാ, നിസ്സാരമൊന്നുമല്ല അല്ലേ? ഇത് ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ സംഭവങ്ങൾ ചെയ്തേ പറ്റൂ. ഇനി വേറെ എന്തെങ്കിലും ഇടണോ? കഴിഞ്ഞു ഓൾറെഡി. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. ഓക്കെ. ഒന്ന് പൊള്ളിച്ചിടുക. അതെ. അത് ശരിയാണോ? ജസ്റ്റും പറഞ്ഞത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, അതെ അപ്പിയറൻസിലൊരു സന്തോഷം കിട്ടിയാൽ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമായിട്ടുണ്ടത്. ഞാൻ കരുതി ബീഫ് മാത്രമേ ഉള്ളൂ, റോസ്റ്റൊക്കെ പോലെ തന്നെ ഈ എന്താ ബീഫ് റോസ്റ്റ് പോലെയൊക്കെ ആയിരിക്കും എന്ന് കരുതി. പക്ഷെ അതല്ല, ഇനി സംഭവങ്ങൾ വരാൻ കിടക്കണുള്ളല്ലേ. ഇത് പതുക്കെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അല്ലേ? ഓക്കെ. ചൂടാക്കിയല്ലേ ഇപ്പോൾ? ഓൾറെഡി അതിന്റെ ബോട്ടം അടിയിൽ ഓൾറെഡി ഹീറ്റ് ആയിട്ടുണ്ട്. മറിച്ചിടണം. ഓക്കെ. ഇറ്റലിക്കാര് കൂടുതലും ഗാർലിക് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ശരി. ഗാർലിക് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ ഫുഡിലൊക്കെ ഗാർലിക് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഗാർലിക് മാത്രമല്ല, ഗാർലിക്, ജിഞ്ചർ, കറി ലീവ്സ്, ഒത്തിരി ഐറ്റംസ് ബൾക്കിയായിട്ടുള്ള ഒരു ഹെവി ആയിട്ട്. ഇതിപ്പോ എത്ര നാളായി ഈ ഒരു ഡിഷ് കണ്ടുപിടിച്ചിട്ട് ഇറ്റലിയിൽ നിന്ന്? ഇതിവിടെ ഇവിടെയൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിലെ ആളുകളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് എന്തൊരു നാളായിട്ടുണ്ട്? ഇത് പഴയ ഫുഡാണെന്ന് ചോദിച്ചാണ്. ഇപ്പൊ നേരത്തെ ഐലൻഡിൽ ഫുഡാണ്. ശരി. അപ്പൊ ഞാനൊക്കെ ഇറ്റലി പോയിട്ടുണ്ട്, ചിലപ്പോ കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇത് അത് ബ്രൊഷേട്ട വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിച്ചിട്ടില്ല. ഏതായാലും ചിലപ്പോൾ കൊണ്ടുവച്ചത് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ബിജേട്ടന്റെ ഇത് കാണുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ധൈര്യമായിട്ട് ബ്രഷായിട്ട് എടുക്കുമെന്ന് പറയാലോ. എനിക്ക് ഉണ്ടാക്കാം. മിക്കവാറും അവിടെ ചെല്ലുമ്പോ അങ്ങനെ വേണ്ടി വരും കേട്ടോ. കാരണം പൈസക്ക് ഇല്ലാണ്ട് ബീഫ് ബ്രൊഷായിട്ട് എന്നൊക്കെ പറഞ്ഞ അവിടെ ചെന്നാൽ ഉണ്ടാക്കാന്ന് പറയും. അധികം കോസ്റ്റ്ലി ഫുഡ് ഒന്നും അല്ല. സാധാരണ ഒരു 5 യൂറോ കൊടുത്താൽ അത്ര ഉള്ളത് സാധാരണ. ഗാർലിക് ബ്രെഡ് റെഡിയായി. ഓക്കെ. അപ്പൊ ബീച്ചേട്ടന് ഇനി നമ്മുടെ ആ ബ്രെഡ് ലാസ്റ്റ് ഇതാണോ? അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മളിത് അതല്ല ബട്ടർ ഒന്നും വേണ്ട, സാധാരണ പൊളിച്ചെടുത്ത് അതിനും വലിയത് ഒരു ഇത്തിരി വലിപ്പത്തിൽ
കട്ട് ചെയ്തെടുത്താണത്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇടണം അല്ലേ? ഇത് ബ്രെഡ് ലോഫാണ്. ഇതും നമ്മൾ നോർമലി സാധാരണ ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. ഓക്കെ. ഇതിന്റെ ആകൃതി കണ്ടിട്ട് നമുക്ക് കിട്ടൂല, അതൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടെന്ന് പറയണ്ട. ഇത് സാധാരണ നമ്മുടെ ബേക്കറി കിട്ടുന്ന ബ്രെഡാണ്. നമ്മളൊരു പ്രത്യേക സ്റ്റൈലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ വേറൊരു മോഡലാവും അല്ലേ? അതെ അതെ. അപ്പൊ നമ്മളുടെ ബ്രെഡും ഓൾമോസ്റ്റ് റെഡിയാണ്, ചൂടായിട്ടുണ്ടല്ലേ? അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഈ പ്ലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ണിനൊരു കുളിർമയുണ്ട് കാണുമ്പോൾ. അതെ, ഇത് പ്ലേറ്റ് ആണോ? ഇത് ഞങ്ങൾ ടൈൽസ് അല്ല, അതല്ല പ്ലേറ്റാ. ഞങ്ങൾ ഇത് ടൈൽസ് ആണ് ശരിയല്ല. ഇതെല്ലാം ഈ പ്ലേറ്റ്സ് ഞങ്ങൾ ഹോട്ടലിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ ഓക്കെ. എല്ലാം ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി. ഓക്കെ ഓക്കെ. അല്ല, നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാത്ത സാധനങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഓക്കെ ഓക്കെ ഈ ഫ്രഞ്ച് പ്രസ് കഫേ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇന്റർനാഷണലിലെ ഫ്രഞ്ച് പ്രസ് കഫേ വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യണല്ലേ? അതിനുള്ള തിരക്ക് നമ്മൾ കാണുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ ഞങ്ങളോട് ബിസിനസ് ആയിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ചു, നമ്മൾ അത് ചൂടായില്ലേ? അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബീഫ് നമുക്കൊന്ന് ഹീറ്റ് ചെയ്യണം. ഒന്നുകൂടി ഹീറ്റ് ചെയ്യണം അല്ലേ? ഇതിനകത്ത് ബീഫ് മാത്രമല്ല, മറ്റേ അതിനകത്ത് എന്താ നെയ്യ് കാര്യങ്ങളൊന്നും പെടില്ല, ഒന്നുമില്ല. ഓൺലി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് വെജിറ്റബിൾ ഓയിൽ. ഓക്കെ 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 ഓക്കെ. നമുക്ക് കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഇത്തിരി എന്താണ് കോക്കനട്ട് ഓയിൽ വേണമെന്നുള്ള കേരള സ്റ്റൈലിൽ നമുക്ക്. അപ്പോൾ നമ്മൾ ബീഫ് ഒന്നും കൂടി ചൂടാക്കിക്കണം അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ സാധനം മറ്റുള്ള സംഭവം ചെയ്തപ്പോൾ ബീഫ് ഒന്ന് തണുത്ത്, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് ആദ്യം എന്താ വെക്കണത്? നമ്മളെ ബ്രെഡ്, ഈ 2 ബ്രെഡ് അല്ലേ? ബിഗ് സൈസിലുള്ള ബ്രെഡ്. ഓക്കെ. ഇപ്പോൾ അത് ചൂടായത് മതി? ഓൾറെഡി മതി. അത് ഇതും ഓൾറെഡി റെഡിയാണ്. ഓക്കെ, ഞാൻ എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ചൂടാക്കിയ വലിയ സൈസിലുള്ള 2 ബ്രെഡ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നേരെ ഇങ്ങനെ ഇങ്ങനെയല്ലേ? ഓപ്പോസിറ്റ് സൈഡായിട്ട്. ഓ ശരി ശരി. ഓക്കെ 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 ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ അപ്പിയറൻസ്. ഓക്കെ ഓക്കെ, ശരി ശരി. കാണുമ്പോൾ അപ്പോൾ ബീഫ് നമ്മളുടെ റെഡിയാണ്. ഓക്കെ. ഓരോ ബ്രെഡിന്റെ മുകളിലും അല്ലേ? നമ്മൾ സ്റ്റഫ് ചെയ്യണം. ഓ, ഒരു പ്രത്യേക സൈസുള്ള ഒരു സ്മെല്ലാണ് സാധാരണ അല്ലേ? സാധാരണ കിട്ടുന്ന ഒരു ബീഫിന്റെ സ്മെല്ലല്ല, ഒരു ഇറ്റാലിയൻ ആണ്. ആ ഒരു സ്മെല്ലൊക്കെ അതിന് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ബീഫ് സെറ്റ് ചെയ്തു. ഈ ബീഫിന് പാർമേസൻ ചീസ് എന്ന് കൊടുക്കണം ഏറ്റവും ലാസ്റ്റ്. ഓക്കെ ഓക്കെ, ആദ്യം പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇങ്ങനെ നീളത്തിൽ അത് ഇങ്ങനെ ഇട്ട് മതി അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ടീച്ചറിന് കുക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അല്ലല്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ, അപ്പോൾ അതായത് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, നല്ല ഓക്കെ ഫൈനായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ടീച്ചർ. ഇനി നമുക്ക് ഒലിവ്സ്, ആ ഗ്രീൻ ഒലിവ്സും ബ്ലാക്ക് ഒലിവ്സും. ഏതാണ്? ഇതല്ലേ? അതിന് ഫ്രണ്ടിലുള്ള ഇതാ? അതാ, അത് വട്ടത്തിൽ ഇതും. ഓക്കെ, അത് മതി. അപ്പോൾ ആദ്യം നമുക്കൊരു ഗ്രീൻ ഒലിവ്സ്. ഇത് ശരിക്കും എങ്ങനെ മുന്തിരിയുടെ ഒക്കെ ടൈപ്പ് വന്ന സാധനമാണോ? അല്ല, നമ്മളുടെ നാട്ടില് നോർമലായിട്ട് പറഞ്ഞ കാരക്ക. അതിന്റെ നേരത്തെ നമ്മൾ ഇത് ടൊമാറ്റോ കാണിച്ചില്ലേ, ചെറിയ ടൊമാറ്റോ, അതേപോലെ അപ്പോൾ ഒരു 3-5-6 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ ഇതേ രൂപത്തിൽ കിട്ടും. ഇത് പച്ചനെ കഴിക്കാനും ടേസ്റ്റിയാണ്. ഉപ്പിലിട്ട കാരക്കൊക്കെ കഴിക്കും. ഓ ശരി. അപ്പോൾ ഇതിന്റെ ഉള്ളിലൊരു കായ ഉണ്ടാവുമല്ലോ, അതെടുത്ത് മാറ്റിയിട്ടാണ് നമ്മളതിന്റെ കൂടുതലായിട്ട് ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതും നമ്മുടെ നോർമൽ ഒരു 3 വെച്ചാൽ മതിയല്ലേ? ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഗാർണിഷിനുള്ള. അതിക്ക് മുമ്പായിട്ട് നമ്മളുടെ നേരത്തെ റെഡിയാക്കിയ ഗാർലിക് ബ്രെഡ്. ഈ ഗാർലിക് ബ്രെഡ് കണ്ടോ, ഒത്തിരി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആണ്. കടിക്കുമ്പോൾ ആ ക്രഞ്ചി കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളുടെ ബീഫ് ബ്രൊഷേട്ട, നമ്മളുടെ ബീഫ് ബ്രൊഷേട്ട ഇവിടെ റെഡിയായി ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ഹോട്ടലിൽ നമ്മുടെ ജസ്റ്റിൻ ഷെഫാണ്, ഇവിടുത്തെ ജസ്റ്റിൻ ഉണ്ടാക്കിയ ബീഫ് ബ്രൊഷേട്ട അത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഞാനൊന്ന് രുചിച്ച് നോക്കിയാൽ മാത്രം മതി. ആ രുചിച്ച് നോക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക്. ഓക്കെ.
വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പം നമ്മൾ ബീഫ് ബ്രൊഷേട്ട റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. നമ്മുടെ ജസ്റ്റിനാണ് നമ്മുടെ ഷെഫ്. ജസ്റ്റിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് രുചിച്ച് നോക്കണമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം. അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബീഫ് ബ്രൊഷേട്ട പറയാൻ ഭയങ്കര പ്രശ്നമുണ്ട്. ഓക്കെ, ഷെഫ് എത്തിക്കഴിഞ്ഞു. ജസ്റ്റിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ്, ഇതാണ് ബ്രൊഷേട്ട. ഇത് പറയാൻ ഇത്തിരി കനം കൂടുതലാണ്, പക്ഷെ അത് എളുപ്പം പറയാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉടുവഴിയുണ്ട്. എന്ന് വെച്ചാൽ ബ്രോ, സാധാരണ ഇപ്പൊ എല്ലാവരും വിളിക്കണ അല്ലെ, ബ്രോ എന്ന് ഓർത്തിരുന്നിട്ട് ബ്രൊഷേട്ട അല്ലെ, അല്ലെ, അത് ചിക്കൻ അല്ല, ബീഫ് ബ്രൊഷേട്ട. ഓക്കെ, റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടത്. അപ്പൊ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ബീഫ് ബ്രൊഷേട്ട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇത് എടുക്കാം അല്ലേ? ഓക്കെ, നല്ല ഗ്രാൻഡ് ആണ്. നമ്മൾ ഈ പേര് പറയുന്ന പോലെ തന്നെ കഴിക്കുമ്പോൾ സുഖമുണ്ട്. നേരത്തെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ലേ, കാണുമ്പോൾ ഒരു അപ്പിയറൻസിൽ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റി ആയിട്ട് സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇത്തിരി പാടുപെട്ടെങ്കിലും അവിടെ നിന്ന് നല്ല ഡെക്കറേഷൻ ചെയ്ത് ഭംഗിയായിട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടി ടേസ്റ്റ് നമുക്കൊന്നും. ഏതായാലും ഈ വിഭവം നമുക്ക് വീട്ടിൽ എല്ലാവരും തയ്യാറാക്കണം. കാരണം ഇതൊന്നും പുറത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ ബീഫ് ബ്രൊഷേട്ട എന്നുള്ള സംഭവം വീട്ടിൽ റെഡിയാക്കണം. വളരെ നല്ല രുചിയുണ്ട് സാധനത്തിന്. സാധാരണ നമ്മൾ ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് കഴിക്കണ ഒരു സ്റ്റൈലല്ല ഇത്. പക്ഷെ എന്താണെന്ന് നേരത്തെ പറഞ്ഞ നമ്മൾ ഇറ്റലിയിലുള്ളൊരു ഐലൻഡിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. തന്നെയാണ് നമ്മളെ കേരളത്തിലേക്ക് വന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ജസ്റ്റിൻ, വളരെ സന്തോഷമുണ്ട് നമുക്ക് എന്താ ബീഫ് ബ്രൊഷേട്ട ഉണ്ടാക്കി തന്നതിൽ. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാം ഉണ്ടാക്കിക്കോളും. വളരെ മനോഹരം, നല്ല രുചിയുണ്ട്. പിന്നെ വലിയ എരിവൊന്നുമില്ല, വലിയ പുളിയില്ല. ഇറ്റലിക്കാരുടെ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ്. വളരെ ഉപകാരം. അപ്പോൾ നമ്മൾ നിങ്ങളെ തീർച്ചയായിട്ടും വീട്ടിൽ റെഡിയാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എറണാകുളം ഇന്റർനാഷണൽ ഹോട്ടലിലെ ഫ്രഞ്ച് പ്രസ് കഫേയിൽ വന്ന് ഈ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഷെഫിനും നമ്മുടെ ഹോട്ടൽ ഇന്റർനാഷണലിലും നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും വളരെയധികം നന്ദി അറിയിക്കുന്നു. വളരെ നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച കാണും. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. ഗുഡ് ബൈ.